കേരളത്തിൽ അഴിമതി എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? കാര്യങ്ങൾ വളരെ ലളിതമാണ്. നമുക്ക് നോക്കാം. കേരളത്തിലെ വിജിലൻസ് സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചുരുക്കത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോൾ ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ നമുക്ക് അഴിമതിക്കെതിരെ പ്രതികരിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് വിജിലൻസ്. ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാലോ പദവി ദുരുപയോഗം ചെയ്താലോ നിങ്ങൾക്ക് പരാതിപ്പെടാം. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഒരു പരാതി നൽകേണ്ടത്? പരാതി കൊടുക്കാൻ ഇപ്പോൾ ഒരുപാട് എളുപ്പവഴികളുണ്ട്, അതും സുരക്ഷിതമായിട്ട്. നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്താതെ ഒരു ഫോൺ കോളിലൂടെയോ വാട്സാപ്പ് മെസ്സേജിലൂടെയോ അഴിമതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാം. ഈ ടോൾ ഫ്രീ നമ്പർ ഓർത്തുവെക്കുക: 1064. വിളിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ ഇമെയിൽ വഴിയോ പരാതി അറിയിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വിജിലൻസ് ഓഫീസിൽ നേരിട്ടും പരാതി നൽകാവുന്നതാണ്. ഇത് ശരിക്കും സാധാരണക്കാർക്ക് വലിയൊരു ധൈര്യമാണ്. അവസാനമായി, ഇങ്ങനെ പരാതിപ്പെട്ടതുകൊണ്ട് കാര്യമുണ്ടാകുമോ? ഉറപ്പായും നിങ്ങളുടെ പരാതിയിൽ സത്യമുണ്ടെങ്കിൽ വിജിലൻസ് വിശദമായി തന്നെ അന്വേഷിക്കും. നിങ്ങളുടെ പരാതി പ്രാഥമിക പരിശോധന കഴിഞ്ഞ് അന്വേഷണം നടത്തി കോടതിയിലേക്ക് വരെത്തിയേക്കാം. ഇനി കുറ്റം തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറ്റം തെളിഞ്ഞാൽ ജയിൽ ശിക്ഷ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ തുടങ്ങി കടുത്ത ശിക്ഷകൾ ലഭിക്കാം. അതായത് നിയമം വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇനി അഴിമതി കണ്ടാൽ പ്രതികരിക്കാൻ മടിക്കരുത്. കാരണം നിങ്ങളുടെ കയ്യിലും ശക്തമായൊരു ടൂളുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് വഴികളെല്ലാം അറിയാം. മാറ്റം കൊണ്ടുവരാനായി അത് ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ്.